സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈശോയുടെയും ഈ ഭൂമിയിലെ ജീവിതം, പ്രത്യേകിച്ചും സുവിശേഷവുമായി നടന്ന 3 വർഷം നമ്മൾ തിന്മയോടുള്ള നേരിട്ടുള്ള പോരാട്ടമായിരുന്നു. ഈശോ 40 ദിവസവും 40 രാവും പകലും മരുഭൂമിയിൽ ഉപവാസമെടുത്തുകൊണ്ട് ആത്മാവോടുകൂടി പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാൻ നദിയിൽ മാമോദീസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് പോയ ഈശോ അവിടെ അനേക പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും നേരിട്ട് സാത്താന്റെ കയ്യിൽ നിന്നും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് യേശു താൻ വളർന്ന ഗ്രാമമായ നസറത്തിലേക്ക് ഈശോ വരുന്ന ആ സംഭവമാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ ഈശോ നമ്മൾ ഓർപ്പിക്കുകയാണ്. നമ്മൾ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഏത് തരത്തിലുള്ള പ്രലോഭനങ്ങളെയും, മരുഭൂമിയിലെ പ്രലോഭനങ്ങളും പരീക്ഷകളും കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ അതിനേക്കാളും ഭയങ്കരമായ പരീക്ഷണങ്ങളാണ് യേശുവിനെ കാത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട, നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് മറ്റുള്ളവർ നമ്മളെ ആദരിക്കുമെന്നോ ബഹുമാനിക്കുന്നു. കാരണം ഈ ലോകം മുഴുവനും, യോഹന്നാൻ ശ്ലീഹ പറയുന്ന, ഈ ലോകം മുഴുവനും തിന്മയുടെ അധീനതയിലാണ്. ഈ ലോകത്തെയോ ഇതിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കുന്നത്, കാരണം ഇതിലുള്ളതെല്ലാം തിന്മയുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈശോ ഈ ഭൂമിയിൽ ഒന്നും സ്വന്തമാക്കിയതായിട്ട് കാണുന്നില്ല. സ്വന്തമായിട്ടൊരു വീടില്ല, സ്വന്തമായിട്ടൊന്നുമില്ല. സ്നാപയോഹന്നാന്റെ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, നീ എവിടെ താമസിക്കുന്നു? വന്ന് കാണുമിനെന്നാ പറഞ്ഞു. വന്ന് കാണുക. പിന്നീട് ഒരിക്കൽ പറയുന്നുണ്ട്, ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ട്, കുറുനരികൾക്ക് മാളമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് ഭൂമിയിൽ തലചായ്ക്കാൻ ഇടമില്ല. അത് കാരണം തൻ്റെ ദൗത്യം 33-ാമത്തെ വയസ്സിൽ പൂർത്തിയാക്കാനാണ് വന്നത്. അതിനിടയിൽ ലോകമോഹങ്ങൾ തൻ്റെ ഉള്ളിൽ കയറ്റി തൻ്റെ ദൗത്യത്തിൽ തന്നെ മാറ്റാൻ പിശാച് ശ്രമിക്കുമെന്ന് ഈശോയ്ക്ക് അറിയായിരുന്നു. ഇന്നൊരു യുദ്ധമാണ്, തിന്മയോടുള്ള പോരാട്ടമാണ്. നമുക്കറിയാം, കത്തോലിക്ക സഭയുടെ നിർവചനം അനുസരിച്ച് തിരുസഭ എന്ന് പറയുന്നത് നമ്മളെ വിളിക്കുന്നത് സമരസഭ എന്നാണല്ലോ. സഭയുടെ 3 തലങ്ങളാണല്ലോ: വിജയസഭയും സഹനസഭയും സമരസഭയും. ഇപ്പൊ നമ്മൾ സമരം ചെയ്യുന്നവർ, നമ്മളൊരു യുദ്ധരംഗത്തായിരിക്കുന്നവരെ പോലെയാണ് ഈ ഭൂമിയിൽ എന്നാണ് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്. പൗലോസ് തിമോത്തിയോട് പറഞ്ഞതാണ്, സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി മറ്റൊരു കാര്യങ്ങളും തലയിടാറില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിന്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിനോട് നീ. പട്ടാളക്കാരൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാന രാജ്യത്തെ സുരക്ഷിതമാക്കുക, അതിനുവേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ചും തയ്യാറായിട്ടാണ് പോവുക. അപ്പോൾ നമ്മളുടെ ആത്മാവിൽ ക്രിസ്തു വസിക്കുന്ന, ക്രിസ്തുവിൻ്റെ ആ മുദ്ര നമ്മുടെ മേലുള്ള പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്ന, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നമ്മുടെ മുദ്രിതരാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാമോദീസായിലൂടെ ആ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമ്മുടെ ഉള്ളിൽ, ഞാൻ പറയും സ്നേഹത്തിൻ്റെ മുദ്ര എന്ന് പറയും, മനസ്സിലാക്കണമെങ്കിൽ സ്നേഹത്തിൻ്റെ മുദ്രയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉറപ്പാക്കാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ 50 നോമ്പ് അല്ലെങ്കിൽ 40 ദിവസത്തെ ഈ നോമ്പ് നമ്മുടെ സഭയിലായിരിക്കും കടന്നു പോകുന്നത്. ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വചനം മുഴുവനും അതാണ്. നമ്മൾ ദൈവവുമായി അനുരഞ്ജനത്തിലാകുക, മറ്റുള്ളവരുമായി അനുരഞ്ജനത്തിലാകുക. കാരണം അത് എല്ലാം അടങ്ങിയിരിക്കും. സകല നിയമങ്ങളും സകല പ്രവാചകന്മാരും എല്ലാം അതിലടങ്ങിയിരിക്കുന്നു, സ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്നെന്നാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈശോ ഈ സ്വന്തം ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ അങ്ങേയറ്റം ഹൃദയത്തിൽ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഇന്നത്തെ സുവിശേഷം ലൂക്കാ 4-ലാണ്, അതിൽ 24, പക്ഷേ തൊട്ട് മുമ്പ് ഞാൻ വായിക്കണം, 10 മുമ്പ്. യേശു ആത്മാവിന് ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. മരുഭൂമിയിൽ നിന്നും പരീക്ഷണം കഴിഞ്ഞിട്ട് ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. യേശു താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു. യെശയ്യായുടെ പുസ്തകം നമ്മൾ തുറക്കുകയാണെങ്കിൽ 61-ാമത്തെ അധ്യായം, അന്ന് അധ്യായം രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ചുരുള് നിവർത്തിയപ്പോൾ യേശുവിനെ വായിക്കാൻ കിട്ടി. നമ്മളിന്ന് യെശയ്യായുടെ പുസ്തകം
61 അധ്യായത്തിലുള്ള വചനങ്ങളാണ്. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത് കണ്ടു: കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. യെശയ്യായുടെ പ്രവചനം യേശുവിനെ കുറിച്ചാണ്, രക്ഷകനെ കുറിച്ചാണ്. യേശുവിന്റെ ജനനത്തിന് 750 വർഷം മുമ്പ് പ്രവചിക്കപ്പെട്ട ആ പ്രവചനം തുറന്നിട്ട് യേശു പറയാണ്: ഇന്ന് ഇപ്പോൾ നിങ്ങൾ കേട്ടിരിക്കുന്ന തന്നെ ഈ വചനം ഇത് എന്നിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ, ലോകത്തിൽ ഇപ്പോൾ നിറവേറുകയാണ്. കർത്താവിന്റെ പരിശീലനം കഴിഞ്ഞ് ജെറുസലേമിലേക്ക് അല്ലെങ്കിൽ തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി വന്ന് 40 ദിവസം മരുഭൂമിയിൽ പ്രാർത്ഥിച്ച ആത്മാവിന് ശക്തിയോടുകൂടിയാണ് ഈശോ വന്നത്. അപ്പോൾ യേശുവിൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് പ്രഘോഷിക്കുകയാണ്. അന്ന് യെശയ്യാ പ്രവാചകന്റെ ഉള്ളിൽ പ്രഘോഷിച്ച നമ്മുടെ യേശുവിൻ്റെ ആത്മാവ് തന്നെയാണ്. നമ്മളിത് അറിയേണ്ടതാണ്. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് ഭൂമിയിൽ മനുഷ്യാവതാരം എടുക്കുന്നതിന് മുമ്പ് മനുഷ്യരിലൂടെ, പ്രവാചകന്മാരിലൂടെ പ്രവചിച്ച ആത്മാവാണ്. ദാവീദിന്റെ ഉള്ളിൽ യേശുവിന്റെ ആത്മാവാണ് പ്രവചിച്ചത്. സങ്കീർത്തനങ്ങൾ മുഴുവനും നമ്മളതറിയണം. അതാണ് യേശു പറഞ്ഞു, അബ്രാഹത്തിന്റെ ഉള്ളിൽ അബ്രാഹത്തെ വിളിച്ചപ്പോൾ അബ്രാഹത്തിന്റെ ഉള്ളിൽ യേശുവിന്റെ ആത്മാവാണ് പ്രവർത്തിച്ചത്. ഇസ്ഹാക്കിന്റെ ഉള്ളിൽ യേശുവിന്റെ ആത്മാവാണ് പ്രവർത്തിച്ചത്. യാക്കോബിന്റെ ഉള്ളിൽ യേശുവിന്റെ ആത്മാവാണ്. യൂദായുടെ ഉള്ളിൽ യേശുവിന്റെ ആത്മാവാണ്. യൂദാ ഗോത്രത്തിൽപ്പെട്ട ദാവീദിന്റെ ഉള്ളിൽ യേശുവിന്റെ ആത്മാവ്, സോളമന്റെ ഉള്ളിൽ യേശുവിന്റെ ആത്മാവ്. അങ്ങനെ നമ്മൾ കാണുകയാണ്, യേശു അബ്രാഹം മുതൽ ഇങ്ങോട്ട് മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവായി വസിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. അന്നൊക്കെ യേശു എന്നുള്ള പേര് മറിയത്തോടാണ് പറഞ്ഞത്. അവൻ ഗബ്രിയേൽ ദൂതൻ വന്ന് അവൻ തന്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന അർത്ഥമുള്ള യേശു എന്ന പേര് ആത്മാവായ അബ്രാഹത്തിലുണ്ടായിരുന്നെങ്കിൽ അന്ന് യേശു എന്നായിരുന്നു, അബ്രാഹം എന്നായിരുന്നു പേര്. ഇസ്ഹാക്ക്, യാക്കോബ് എന്ന തലമുറകളിലൂടെ അതിൽ അന്ന് പുറപ്പാടിൽ മോശയോട് ദൈവമായ കർത്താവ് ചോദിച്ചു. മോശ ഈജിപ്തിലേക്ക് പോകാനായിട്ടും ദൈവം അയക്കുമ്പോൾ മോശ ചോദിക്കുന്നൊരു കാര്യമുണ്ട് കർത്താവിനോട്. ഈ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവാണ് ഫറവോൻ. അന്നത്തെ പ്രശസ്തമായ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാണ് ഈജിപ്ത്. ആ ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ പേരാണ് ലോകം മുഴുവനും എല്ലാവരും അറിയാം. ആ ഫറവോയുടെ മുമ്പിൽ പോയി നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് പറയുന്നു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നോട് പറയുന്നു എന്ന് പറയാൻ തക്കവണ്ണം ആരാണ് അത്രയും പേരുള്ളവൻ അന്ന് ഭൂമിയിൽ എന്നാണ് മോശ ദൈവത്തോട് ചോദിച്ചത്. ഞാനത് എന്ന് പറയുമ്പോൾ ഫറവോ എന്നോട് ചോദിക്കും, ആരാണ് എന്നെ ചോദ്യം ചെയ്യാൻ ഈ ഭൂമിയിൽ? ഞാൻ ദൈവത്തെ പോലെയാണ് ഈ ഭൂമിയിൽ, ആരാണ് എന്നെ ചോദ്യം ചെയ്യും? അവിടെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞിങ്ങനെയാണ്, ഞാനാകുന്നവൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയാനായിട്ട് സ്വയംഭൂവാകുന്നവൻ, എൻ്റെ ഞാൻ എന്ന് പറയാൻ കഴിവുള്ളവനായ ദൈവം, ഐ ആം ഹു ആം. ഈ ലോകത്തിൽ ആർക്കും ഫറവോയ്ക്ക് പോലും പറയാൻ പറ്റാത്തതാണ്. ഫറവോയുടെ നമുക്കറിയാം, ആദിജാതനൊക്കെ മരിച്ചു വീഴുന്ന കാണുന്നുണ്ട്. അവൻ എന്തെല്ലാം ദേവന്മാരെയും ദേവികളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ആ ഒടുവിലത്തെ മഹാമാരിയിൽപ്പെട്ട് ഫറവോയുടെ ആദിജാതൻ മരിക്കുന്നുണ്ട്. ഫറവോ ദൈവം അല്ല എന്ന് അവിടെ തെളിയിക്കുകയാണ്. അവിടെയാണ് ഫറവോ മുട്ടുമടക്കിയെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞാണ്, ഞാൻ ആകുന്നവൻ എന്ന് പറയുമ്പോൾ ആരെയും ആശ്രയിക്കാത്തവൻ ഞാൻ മാത്രമാണ്. ദൈവമായ കർത്താവ് എന്ന് പേരുള്ള, ഞാൻ എന്ന് പേരുള്ളവൻ. യേശു ഭൂമിയിലായിരുന്നപ്പോൾ അനേക സമയത്ത് ഞാൻ ആകുന്നു, ധൈര്യമായിരിക്കും. വെള്ളത്തിലൂടെ നടന്നു വരുമ്പോൾ ഭൂതമാണെന്ന് നിലവിളിച്ചവൾ പറഞ്ഞു, ഭയപ്പെടേണ്ട, ആയാം, ഞാനാകുന്നു, ധൈര്യമായിരിക്കുവിൻ. അന്ന് മോശയോട് പറഞ്ഞ ഞാനാകുന്നു, അല്ലെ ഫറവോയുടെ മുമ്പിൽ പോയി പറഞ്ഞ ഞാനാകുന്നവൻ എന്ന് പേരുള്ളവൻ ദൈവം മാത്രമാണ്. അപ്പം നമ്മൾ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് ചിന്തിക്കണം, നമ്മൾ എത്രയോ പ്രാവശ്യം ഞാൻ, എൻ്റെ, ഞാൻ നമ്മൾ അഹങ്കരിക്കുന്നില്ല? എത്ര പ്രാവശ്യമല്ലേ? നിങ്ങളും നമ്മൾ വലിയ ആൾക്കാരല്ലേ, നമ്മൾ പറയുന്ന പോലെ എല്ലാം നടക്കും,
നമ്മൾ വിചാരിച്ച എല്ലാം നടക്കും. അല്ലെ, ഞാൻ വിചാരിച്ചാൽ എല്ലാം നടക്കും. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? നീ എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചോ. നമ്മൾ പറഞ്ഞു ഞാൻ വിചാരിച്ചാൽ പലതും നടക്കും. അതിനുള്ളവരെ നമ്മുടെ അറിവില്ലായ്മയോട് ഞാനെന്ന് നമ്മുടെ ഒരു ശ്വാസം നിലച്ചാൽ മതി. നമ്മുടെ ഹൃദയത്തിന്റെ വെടിപ്പ് ഒരു നിമിഷം ഞാൻ എന്ന് പറയുന്ന എൻ്റെ ഹൃദയത്തിന്റെ വെടിപ്പ് ഒരു നിമിഷം നിലച്ചാൽ ഞാൻ ഇല്ലാതായി തീരുകയാണ്. ദൈവം എല്ലാ അധികാരവുമുള്ളവൻ, ആ ഒരു പേര്. അപ്പൊ അവിടെ എന്താ പറഞ്ഞത്? ഞാൻ എന്ന് പേരുള്ള എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എല്ലാ തലമുറകൾ തോറും എൻ്റെ പേരിങ്ങനെ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ ഞാൻ എന്നാണ് ഇസ്രായേൽ ജനം ദൈവത്തെ കുറിച്ച് അറിയേണ്ടത്. അബ്രാഹത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അബ്രാഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ദൈവം, ഇസഹാക്കിന്റെ ഉള്ളിലുണ്ടായിരുന്ന, യാക്കോബിന്റെ ഉള്ളിലുണ്ടായിരുന്നവൻ, യൂദായിലുണ്ടായിരുന്നവൻ, ദാവീദിലുണ്ടായിരുന്നവൻ, ദാവീദിന്റെ പുത്രനായ യേശുവേ, അന്ധനായ ബാർത്തിമേയുവിനെ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു. ആത്മാവിലാണ് ദൈവം നമ്മിൽ വസിക്കുക. നമ്മുടെ രക്തത്തിലല്ല, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കുടുംബ മഹിമയിലല്ല, നമ്മുടെ വ്യക്തിയിലല്ല, കരബലത്താലല്ല, സൈന്യബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ആ ദൈവം ഭൂമിയിൽ തിരുസഭ സ്ഥാപിച്ചപ്പോൾ ആത്മാവായി പെന്തക്കോസ്ത് നാളിൽ ആത്മാവായി അവരുടെ ആത്മാവിലേക്ക് ഇറങ്ങി വന്ന ദൈവമാണ്. ഇന്നും തിരുസഭയിലായിരിക്കുമ്പോൾ ദൈവം ആത്മാവാണ്. ദൈവവുമായി നമുക്ക് ബന്ധമുണ്ടാകണമെങ്കിൽ നമ്മുടെ ആത്മാവിനെ ദൈവത്തിൽ, നമ്മുടെ ശരീരത്തിൽ ദൈവം വസിക്കില്ല. നമ്മുടെ മനസ്സിലും വസിക്കില്ല. കാരണം എന്താ? നമ്മളറിയാം, ദൈവത്തെ കണ്ട് ഈ ശരീരവും മനസ്സും എപ്പോഴും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ജെറമിയ പറഞ്ഞില്ലേ 17-ാമത്തെ അധ്യായത്തിൽ, ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ദുഷിച്ചതുമാണ്. എല്ലാ അശുദ്ധിയും ഒരുവന്റെ ഉള്ളിലുള്ളതാണ് അവനെ അശുദ്ധനാക്കുന്നത്. സകല മാലിന്യങ്ങൾ, ജഡിക പാപങ്ങൾ ഒരുവന്റെ ഉള്ളിലുണ്ടെന്ന് ഈശോ തന്നെ പറഞ്ഞു അല്ലേ? അതെല്ലാം നമ്മുടെ മനസ്സിലും, നമ്മുടെ മനസ്സിൽ തോന്നുന്ന ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നതാണ് പാപം, ദൈവവചനത്തിന് വിരുദ്ധമായി. അപ്പൊ നമ്മുടെ ആത്മാവിലാണ് ദൈവം വസിക്കുന്നതെന്ന അറിവ് നമുക്ക് വേണം. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു അല്ലേ, നമ്മുടെ ആത്മാവിൽ വസിക്കാനായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ പ്രകടമായി നമ്മളെല്ലാവരും കാണുന്നത് നമ്മുടെ ശരീരത്തിൽ ആദ്യം, നമ്മുടെ മനസ്സ് നമുക്ക് പോലും ആർക്കും കാണാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ശരീരം ഒന്നാമത് നമ്മൾ ദൈവത്തിന് അടിയറ വെക്കണം. നമ്മുടെ ആത്മാവിലേക്ക് ദൈവം കടന്നു വരാൻ പലപ്പോഴും ഓർമ്മിച്ചു 2 കടമ്പകൾ കടന്നിട്ടാണ്. നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും കടമ്പകൾ കടന്നു വേണം ദൈവത്തിന്, ആത്മാവായ ദൈവത്തിന് നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരാൻ. പെന്തക്കോസ്ത് നാളിൽ ആത്മാവായി വന്നവർക്കറിയാം, അവരുടെ ശരീരവും മനസ്സും ദൈവത്തിന് മുമ്പിൽ അടിയറ വെച്ചുകൊണ്ട് അവർ 10 ദിവസമായി കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം 10 ദിവസമായി പ്രാർത്ഥിച്ച് അവരുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ മേഖലയുണ്ടായിരുന്ന ദേഷ്യവും വാശിയും വൈരാഗ്യവും അല്ലേ, യൂദാസിനോട്, യേശുവിനെ ഒറ്റക്കൊടുത്ത യൂദാസിനോട് ദേഷ്യം, അന്നത്തെ പ്രധാന പുരോഹിതനോട് ദേഷ്യം, എല്ലാവരുടെ യേശുവിനെതിരെ കള്ളസാക്ഷികളെ നിരത്തി ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് അവർക്കെല്ലാം അറിയാം. ഈ 12 അപ്പോസ്തലന്മാർക്കും ബാക്കി ശിഷ്യന്മാർക്കും മുഴുവനും അറിയാം അവന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൊ ഒരു തെറ്റും ചെയ്യാഞ്ഞു നമ്മളാണ് പറയുന്നത്, ഞാൻ ഒരു തെറ്റും, നമുക്ക് എല്ലാവരോടും നമുക്ക് ഇന്ന് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്തത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും അവരെന്നോട് അങ്ങനെ, ഇതല്ലേ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തത്. അവിടെയാണ് നമ്മൾ ആ മേഖലയിൽ നമ്മൾ ക്ഷമിക്കേണ്ടിയിരിക്കുന്നത്. നാം ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും മറ്റുള്ളവർ നമ്മളെ ആരോപിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ആത്മാവിലേക്ക് ദൈവം കടന്നു വരാൻ തടസ്സമായി സാത്താൻ എന്ന് ഒരുക്കുന്ന വലിയൊരു കെണിയാണ് നമ്മുടെ ഉള്ളിൽ ചിന്തകളായി, വിചാരങ്ങളായി, മനോഭാവങ്ങളായി നമ്മുടെ ഉള്ളിൽ ദൈവത്തിനെതിരായും മറ്റുള്ളവർക്കെതിരായുമുള്ള എല്ലാ ചിന്തകളെയും നമ്മൾ ദൈവത്തിന് മുമ്പിൽ അടിയറ വയ്ക്കണം. ആണ് മാനസാന്തരം. മാനസാന്തരം പറഞ്ഞാൽ മനോഭാവത്തിന് മാറ്റം. ഇപ്പോൾ മനസ്സിലുള്ള കാഴ്ചപ്പാടുകളെ ഒന്ന് മാറ്റി ചിന്തിക്കുന്നതാണ്. ഞാൻ ചിന്തിക്കുന്നത് പോലെ അല്ല. ദൈവമായ കർത്താവ് പറഞ്ഞ യെശയ്യായിലൂടെ, എൻ്റെ ചിന്തകൾ നിങ്ങളുടേത് പോലെയല്ല, ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ ചിന്തകൾ ഉന്നതമാണ്, നിങ്ങളുടെ ചിന്തകൾ ഈ ഭൂമിയിലേത് മാത്രമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങളും പണം കിട്ടിയില്ല, അല്ലെ വീതം കിട്ടിയില്ല, അല്ലെ എന്നെ അമ്മായിമ്മ അങ്ങനെ നോക്കിയില്ല, ഇങ്ങനെ നോക്കിയില്ലല്ലേ, മാത്രമല്ല ഭർത്താവ് നോക്കിയില്ല, ഭാര്യ നോക്കിയില്ല, ഇങ്ങനെ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് കലുഷിതമായിരിക്കുന്നത്. അതല്ല, അതിനപ്പുറം നമ്മുടെ ഉന്നതമായ കാര്യങ്ങളിലേക്ക്, സ്വർഗത്തിൻ്റെ കാര്യങ്ങളിലേക്ക്, നിത്യജീവന്റെ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുവാനായിട്ടാണ് മാനസാന്തരത്തിന്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ലേ, മനസ്സാക്ഷി പലപ്പോഴും ഓർപ്പിച്ചിട്ടാണ്,
നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് കഴിഞ്ഞുപോയ തലമുറയിൽ നിന്നും പകർന്നു കിട്ടിയതുണ്ട്, നമ്മളുടെ ജീനുകളിൽ പകർന്നു വന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും വിലാപങ്ങൾ 5 പറഞ്ഞത്, ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തു, അവർ മരിക്കുകയും പാപത്തിൽ മരിച്ചു അനുതാപമില്ലാതെ. അതുകൊണ്ട് അവരുടെ അകൃത്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക്, നമ്മുടെ വല്യപ്പന്റെ സ്വത്ത് നമ്മൾ സ്വന്തമാക്കിയപ്പോൾ ആ വല്യപ്പന്റെ കടബാധ്യതയും കൂടിയാണ് നമ്മൾ സ്വന്തമാക്കിയത്. ആ സ്വത്തെന്ന് പറയുമ്പോൾ അതിനകത്തുള്ള കടബാധ്യതയും കൂടി ഏർപ്പെടും. നമ്മുടെ പിതാക്കന്മാരുടെ അനുഗ്രഹങ്ങളും ശാപങ്ങളും കൂടിയാണ് നമ്മൾ കൈമാറിയിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ അനുഗ്രഹമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതം അനുഗ്രഹമുള്ള, പിതാക്കന്മാര് നല്ലതായിട്ട് ജീവിച്ചവരാണെങ്കിൽ മരിക്കുന്ന സമയത്ത് അനുഗ്രഹത്തോടെ ദൈവാനുഭവത്തിലാണ് മരിച്ചതെങ്കിൽ നമുക്കിന്ന് നല്ല അനുഭവമായിരിക്കും അവരിലൂടെ ലഭിക്കുക. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ അറിയാതെയാണ് മരിച്ചതെങ്കിൽ അവരിലുള്ള മനോഭാവം നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് എന്താണ്, അതാ നമ്മുടെ ഉള്ളിലേക്ക് അവിടെ പിതാക്കന്മാരിൽ വന്നിട്ടുണ്ട്. ഇന്നലെയൊക്കെ നമ്മൾ ചിന്തിച്ച്, എസെക്കിയേലൊക്കെ പറഞ്ഞതൊക്കെ പലപ്പോഴായിട്ട് ചിന്തിച്ച്, ഇത്രയും നാളും നന്മ ചെയ്തിട്ട് അവസാനം തിന്മ ചെയ്യുകയാണെങ്കിൽ അവൻ ചെയ്ത ഒരു നന്മയും ദൈവം ഓർക്കത്തില്ല. ഏറ്റവും ഒടുവിൽ ചെയ്ത തിന്മയുടെ പ്രവൃത്തിയായിട്ടായിരിക്കും നമ്മൾ അങ്ങനെ. ഇത് വലിയൊരു മേഖലയാണ് പറയുന്നത്. ഈ ജീവിതകാലം മുഴുവനും തിന്മ ചെയ്തിട്ട് അവസാനം ഒരു നന്മ ചെയ്താൽ ആ നന്മ മൂലമായിരിക്കും അവന്റെ പഴയകാല തിന്മകളൊന്നും ഓർക്കുകയില്ല. എത്രയോ വലിയ ആനുകൂല്യമുള്ള കുരിശിൽ കിടന്ന കള്ളനില്ലേ, തെളിവുണ്ടോ അവിടെ? ഇന്ന് നീ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞപ്പോൾ അത്രയും നാളും കൊള്ളയും കൊള്ളിവെപ്പും കൊലയുമായിട്ട് നടന്നൊരു മനുഷ്യൻ ഒരു നിമിഷം അനുഭവിച്ചപ്പോൾ ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിലായിരിക്കുമെന്ന് യേശു വാക്ക് നൽകിയതുപോലെ. അപ്പൊ നമ്മളുടെ ജീവിതത്തില്, നമ്മുടെ മനോഭാവത്തിൽ, നമ്മുടെ മനസ്സിൽ എഴുതി വെച്ചിരിക്കുന്ന, മനസ്സിന്റെ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ദൈവം ഇല്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അനേകർ എങ്ങനെയാണ് ദൈവത്തെ എതിർക്കുന്ന ഒരു മനോഭാവം അനേകർക്കാണ്. ദൈവത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും കയറി ചാടി വീഴും, ഗർജിക്കും, ബഹളം വെക്കും. കാരണം അവരുടെ ഉള്ളിലുള്ള അവരുടെ ജീവിത അനുഭവങ്ങൾ അങ്ങനെയാണ്. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ സംഭവിക്കുമായിരുന്നോ എന്നുള്ളത് നമ്മൾ അറിയേണ്ട ഒരു മേഖലയാണ്. അവിടെയാണ് ദൈവത്തിനെതിരെ മുമ്പിൽ അടിയറ വയ്ക്കാൻ. ദൈവം കാരുണ്യവാനാണ്, ദൈവം സ്നേഹമായനാണ്. കാൽവരിയിൽ നമുക്കായി ദൈവം മനുഷ്യനായി വന്നുകൊണ്ട് നമ്മുടെ സകല പാവങ്ങൾക്കും പരിഹാരമായി നമ്മുടെ പാവം നമ്മുടെ മേൽ ആരോപിക്കാതെ, യേശയ്യാ എഴുതി പറഞ്ഞു വെച്ചാണ്, നമ്മുടെ വേദനകളാണ് അവൻ മനുഷ്യനായി തീർന്നത്, ദൈവപുത്രനായ യേശു അവൻ ചുമന്നത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ വഹിച്ചത്, നമ്മൾ ഏൽക്കേണ്ട ശിക്ഷയാണ് അവൻ ഏറ്റത്. നമ്മൾ ഓരോരുത്തരും വഴിതെറ്റുപോയി സ്വന്തം വഴിക്കും, എന്നാൽ ദൈവമോ നമ്മുടെ അകൃത്യങ്ങൾ അവന്റെ മേൽ ചുമത്തി. ദൈവം നമ്മുടെ പാപത്തിന് ശിക്ഷ നമ്മുടെ മേൽ വരാതിരിക്കാനായി ദൈവം തന്നെ മനുഷ്യ ശരീരം എടുത്തുകൊണ്ട് ഭൂമിയിൽ വന്നിട്ട് നമ്മുടെ സകല മനുഷ്യവർഗത്തിന്റെ എല്ലാ മനുഷ്യരുടെയും, ലോകത്തിൽ മനുഷ്യനായി ജനിച്ച ആദം മുതൽ ഇങ്ങോട്ട് ഇനി ജനിക്കുവാനിരിക്കുന്ന സകലരുടെയും സകല കുറവുകളും രോഗങ്ങളും പാപങ്ങളും യേശുവിന്റെ ശരീരത്തിൽ അവിടുന്ന് അനുഭവിച്ചതാണ്. അപ്പൊ നമ്മുടെ വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റുചൊല്ലിയപ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ കാതൽ എന്താണ്? പല കാര്യങ്ങളുണ്ടായത്. കാതൽ ഇതാണ്, അവൻ 2000 വർഷം മുമ്പ് മനുഷ്യനായി വന്നപ്പോൾ എൻ്റെ പാപങ്ങള്, പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകള് സഹിച്ചത് എൻ്റെ സഹനമാണ്. ഞാൻ അനുഭവിക്കേണ്ട പാപത്തിന്റെ ഫലമായ ശിക്ഷയാണ് അവൻ എനിക്ക് പകരമായി സഹിച്ചത്. ആ ഒരു അറിവിലേക്ക് വരണം. അവൻ മരണത്തിന് വിധിക്കപ്പെട്ടത് എനിക്ക് പകരമായിട്ടാണ്. അവൻ കുരിശിൽ മരിച്ചത് ഞാൻ നിത്യനാശത്തിൽ പോയി നിത്യമായ മരണത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വ്യക്തിപരമായിട്ട് നമ്മളത് അറിയണം. അതാണ് യേശു ചെയ്തത്. ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മുടെ വിശ്വാസം പൂർണ്ണമാണ്. ഇല്ലേ, നമ്മളിപ്പോഴും വിശ്വാസം ഇല്ലാത്തവരാണ്. അവിശ്വാസമുള്ള നമ്മൾ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി യേശു നമുക്കെല്ലാം പലപ്പോഴും ചിന്തില്ല. യേശു നമുക്ക് 2000 വർഷം മുമ്പ് സമയത്തിന്റെ തികൽ അവനെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞതാണ്. നമ്മളിപ്പോൾ ഓർപ്പിച്ച് വീണ്ടും ഓർപ്പിക്കുകയാണ്. അവൻ നമുക്ക് വേണ്ടി എല്ലാം പിതാവിൻ്റെ മുമ്പിൽ ഓർഡർ ചെയ്ത്, ആമസോണിൽ നിന്നും ഒരു സാധനം നമ്മൾ 2 മാസം മുമ്പ് ഓർഡർ ചെയ്തെങ്കിൽ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞായിരിക്കും നമുക്കത് കിട്ടുന്നത്. അത് കൊണ്ടുത്തരുന്ന ക്യൂറിയർ സർവീസ് ഒന്നെങ്കിൽ UPS ആയിരിക്കും, അല്ലെ പോസ്റ്റ് ഓഫീസ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യൂറിയർ സർവീസ് ആയിരിക്കും, അല്ലെ ആമസോണിന്റെ. അത് നമുക്കറിയാം. യേശു നമുക്ക് വേണ്ടി ഓർഡർ ചെയ്തത് ഇന്ന് കൊണ്ടുത്തരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. യേശു പിതാവ് മൂന്നാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവ്. പുത്രനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മനുഷ്യനായി വന്നുകൊണ്ട്
നമ്മുടെ സാത്താന്റെ സകല പ്രവർത്തികൾ നമ്മളെ മോചിപ്പിച്ചു. പിതാവേ, നിത്യജീവൻ, അനുഗ്രഹം, രോഗസൗഖ്യം, മക്കളുടെ ഭാവി, അനുഗ്രഹം എല്ലാം യേശു നമുക്ക് വേണ്ടി, ഇത് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞ ആ ദൈവിക പദ്ധതി മുഴുവനും പിതാവിൻ്റെ നമുക്ക് സാത്താൻ നമ്മളെ അടിമകളാക്കിയപ്പോൾ നമുക്കതെല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ അത് സാത്താനെ തോൽപ്പിച്ചുകൊണ്ട് യേശു സാത്താന്റെ കയ്യിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിട്ട് നമ്മളെ നമുക്കുണ്ടായിരുന്ന ദൈവിക പദ്ധതി വീണ്ടും നമുക്ക് തിരികെ സ്ഥാപിച്ചെന്നത് അല്ലേ. നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന് ജെറമിയ 29 പറഞ്ഞില്ലേ. നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളെ കണ്ടെത്തും, നിങ്ങളെന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും, നിങ്ങളുടെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് നമ്മുടെ ഐശ്വര്യം സാത്താൻ അപഹരിച്ചു കൊണ്ടുപോയത്. യേശു ക്രിസ്തുവിലൂടെയാണ്. യേശു നമുക്ക് വേണ്ടി അത് പുനഃസ്ഥാപിച്ചു തന്നു 2000 വർഷം മുമ്പ്. നമ്മൾ തിരുസഭയിലായപ്പോൾ ആദ്യമായി എന്താ ചെയ്തത്? നമ്മളെ മാമോദീസ നോക്കി. തിരുസഭയിലേക്ക്, അനുഗ്രഹത്തിന്റെ ജീവിതത്തിന്റെ നിത്യതയിലേക്കുള്ള ആ യാത്ര, യാത്രയിലേക്ക് നാം കയറിയപ്പോൾ എന്തെങ്കിലും ചിന്തിച്ചു. നമ്മള് വെള്ളത്തിലൂടെ അന്ന് അവർ ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നു വന്നതുപോലെയാണ് നമ്മൾ മാമോദീസായിലൂടെ നമ്മുടെ പാപങ്ങളുടെ കഴുകലാണ് വിശുദ്ധിയിലേക്ക്, നമ്മുടെ സഭയിലേക്ക് പ്രവേശിച്ചു. നമ്മുടെ ഉള്ളിൽ ആദ്യമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോൾ ആ പരിശുദ്ധാത്മാവ് എന്നാ പറഞ്ഞൊരു ആ പരിശുദ്ധാത്മാവിലുണ്ട് നമുക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ സൗഖ്യം പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം നിറവേറും. നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി യേശു അപ്പസ്തോലന്മാർ ചോദിച്ചു, ഞങ്ങൾക്ക് ഇതുവരെ ദൈവരാജ്യം ഒന്നും സ്ഥാപിച്ച് കിട്ടിയിട്ടില്ലല്ലോ. അപ്പസ്തോല പ്രവൃത്തികൾ 1 അവർ ചോദിക്കുന്നുണ്ട്, ദൈവരാജ്യം ഒന്നും കിട്ടിയിട്ടില്ല. യേശു പറഞ്ഞു, അതൊന്നും നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട, നിങ്ങൾ കാത്തിരിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാഗ്ദാനമായ പിതാവിന് എൻ്റെ നാമത്തിൽ അയക്കുന്ന ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ ജെറുസലേമിലും ജൂദയായാലും ശമരിയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായിരിക്കും. പരിശുദ്ധാത്മാവാണ് നമുക്ക് യേശു നേടിത്തന്നല്ല. ഞാൻ പറഞ്ഞു, ആമസോണിൽ ഓർഡർ ചെയ്ത് നമ്മൾ 2 മാസം മുമ്പ് അത് കൊണ്ടുത്തരുന്നത് പോസ്റ്റ് ഓഫീസിൽ ഡെലിവറി ചെയ്യുന്ന പോലെ നമ്മുടെ വീട്ടുവാതിക്കൽ. ചിലത് നമ്മൾ സൈൻ ചെയ്ത് മേടിക്കണം, ചില കാര്യങ്ങളൊക്കെ നമ്മൾ സൈൻ ചെയ്ത് മേടിക്കണം. പരിശുദ്ധാത്മാവിനെ നമ്മൾ സൈൻ ചെയ്ത് മേടിക്കണം, അറിവോടെ മേടിക്കണം, ചോദിച്ച് മേടിക്കണം. ഇത്തരം വാതിക്കൽ ഒന്ന് മുട്ടി വിളിക്കും. വെളിപാട് 3 കണ്ടാലും ഞാനിതാ വാതിക്കൽ മുട്ടി വിളിച്ചുകൊണ്ട് നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലെ നല്ല ബോധ്യത്തോടെ നമ്മൾ യേശു നമുക്ക് എന്താ പറഞ്ഞത്, ഇത് 2 മാസം മുമ്പ് ഞാൻ ഓർഡർ ചെയ്ത സാധനമാണ് ഈ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് മേടിക്കുന്ന പോലെ 2000 വർഷം മുമ്പ് യേശു എനിക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായി തീർന്നപ്പോൾ എനിക്ക് വേണ്ടി പിതാവിനോട് പറഞ്ഞ് ഏൽപ്പിച്ച കാര്യമാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞാനത് സ്വീകരിക്കുമ്പോൾ ഇപ്പൊ എൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹവും നന്മയും കടന്നു വരികയാണ്. അതിനാണ് നമ്മൾ നിരന്തരം പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവായ എല്ലാ ധ്യാനങ്ങളിലും നമ്മൾ ഏറ്റവും ഒടുവിൽ ഫോക്കസ് എന്താ? പരിശുദ്ധാത്മാവിലേക്കാണ് വരുന്നത്. എല്ലാ ധ്യാന ശുശ്രൂഷകളും വിശുദ്ധ കുർബാനയിലല്ലേ നമ്മളെ കാഴ്ചവെപ്പൊക്കെ നടത്തി കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ, അങ്ങയുടെ ആരാധകരുടെ ആരാധന വസ്തുക്കളിലേക്ക്, ആരാധന സമൂഹത്തിലേക്ക് നിന്റെ ആത്മാവ് നിറയട്ടെ എന്ന് പറയുമ്പോൾ ആ കുർബാനയുടെ യോഗ്യത യേശുക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ചുയർത്ത് പന്തക്കുസ്താ നാളിൽ പരിശുദ്ധാത്മാവായ അന്ന് അപ്പസ്തോലന്മാർ വന്നപ്പോൾ നമുക്കും അന്ന് കരുതി വെച്ചിരുന്നു, നമുക്ക് ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും ലഭിക്കുന്നുണ്ട്. അതിനുവേണ്ടി പോകണം, ഒരുങ്ങിപ്പോണം സ്വീകരിക്കാനായിട്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉള്ളിലേക്ക് വരാൻ നമ്മളെ മുട്ടി വിളിക്കുമ്പോൾ നമ്മളിങ്ങനെ എല്ലാം വരുമ്പോൾ ചടങ്ങ് വരല്ലേ. സമാധാനം നിങ്ങളോട് എന്ന് പറയുമ്പോൾ ആരെങ്കിലും കടന്ന് ചിരിച്ചാൽ ബീസ് ബി വിത്ത് എന്നൊക്കെ പറഞ്ഞു പോകും. നമ്മുടെ ഉള്ളിൽ എന്നാലും അനേകരോട് ഉള്ളിൽ കഠിനമായ വിദ്വേഷവും വെറുപ്പും ദൈവത്തോട് പോലും വാശിയും വൈരാഗ്യവുമായിട്ട് ഞാൻ എൻ്റെ കാര്യമായി പറഞ്ഞു കേട്ടോ. നിങ്ങൾ ഇതന്നെ എങ്ങനെയൊക്കെ പറഞ്ഞു. അതെ, ആ ദൈവാനുഭവത്തിലേക്ക് വരുന്ന വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നു, ആ ഓരോ വിശുദ്ധ ബലി വല്ലപ്പോഴൊക്കെ പോയാലും ചുമ്മാ ചടങ്ങ് പോലെ. ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ കുർബാന കുഴപ്പമാണ്, അച്ഛൻ കണ്ടാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നാട്ടുകാരെന്നാ പറയും, അല്ലെങ്കിൽ വീട്ടുകാരെന്നാ പറയും, പള്ളിയിൽ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പോയി ഞാൻ 5 വർഷം കുമ്പസാരിക്കാതെ നടന്ന വ്യക്തിയാണ്. കാരണം ഒരു പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇതൊന്നും അറിവില്ലായിരുന്നു. ഇത് പറഞ്ഞു വന്ന പ്രിയമുള്ളവരെ, യേശുവിനെ നമ്മൾ സ്വന്തമാക്കണം, അവനെ സ്വീകരിക്കണം. ഇന്ന് സംഭവം എന്നറിയാം. ഈ സംഭവം എന്ന് പറയുന്നത് സ്വന്തം ഗ്രാമത്തിലേക്ക് യേശു വന്നു കഴിഞ്ഞപ്പോൾ നമ്മളങ്ങനെയാണ്. നമ്മൾ യേശുവിനെയൊക്കെ സ്വീകരിച്ചത് യേശുവിനാകുമ്പോൾ ആരും ഇവരെ പണിയൊന്നുമില്ല, അവനെ
ഇവന് ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ ന്യൂയോർക്കിലായപ്പോൾ പലരും പറയുന്നത് ഈ പാർട്ടി ഉണ്ടല്ലോ, ഇവനെ കുറേ ജോലിയൊക്കെ ഓവർ ടൈം ഒക്കെ ചെയ്യാൻ പറ്റിയ സമയമാണ്. ഇവൻ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി തൊട്ടേക്ക് നടക്കുക അവിടെ ന്യൂയോർക്ക് പട്ടണത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും ഇങ്ങനെ ശുശ്രൂഷമായിട്ട് ഞാനിപ്പോൾ ഓർക്കുന്നു. ഞാൻ ആദ്യം കൂടുതലും ജോസ് തോട്ടുകടവിലും അൽഫോൺസൊക്കെയാണ് കൂടുതൽ അടുത്ത് കൂടുതൽ ഒന്നിച്ച് യാത്ര ചെയ്ത രണ്ടുപേരും ഓർക്കാണ് ഇപ്പോഴും കൂടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാനിങ്ങനെ അന്ന് അനേകർ ഞങ്ങൾ പലയിടത്തും പോകുമ്പോൾ ഇവർ പലരും ഈ പാർട്ടിക്കല്ലോ 4 കാശുണ്ടാക്കുന്ന സമയമാണ്. എല്ലാ ദിവസവും ഓവർ ടൈം കിട്ടുമായിരുന്നു ജോലിയിൽ. അത് വേണ്ടെന്ന് വെച്ചിട്ട് ഈശോയുടെ ആത്മാവുള്ളിൽ ജ്വലിപ്പിച്ചിരുന്നുകൊണ്ട് സ്നേഹത്തിൽ അനേകരോട് യേശുവിനെ കുറിച്ച് പറയാൻ ദിവ്യകാരുണ്യ ഈശോ ജീവിക്കുന്ന പറയാനുള്ള ഒരു തീവ്രമായ ഒരു ആഗ്രഹം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ വലിയ പീഡകളായിരുന്നു, വലിയ സഹനമായിരുന്നു. ആൾക്കാരൊക്കെ നമ്മളെ ഇങ്ങനെ എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മളെ പിന്നീട് മനസ്സിലായി ഇത് അതിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലായി. നമ്മളിത്രയും യേശു ഇന്ന് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പറഞ്ഞ അവന് ആ വലിയ കാര്യങ്ങളൊക്കെ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്ന യേശു അവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവശ കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിന്റെ മകനല്ലേ? അതോടെ തീർന്നു. ഇവൻ വരാനിരിക്കുന്ന ദൈവത്തിനാണ് യേശയ്യ പറഞ്ഞത്. യേശയ്യ പ്രവചിച്ച് യേശയ്യ 61 വായിച്ചിട്ട് യേശു പറഞ്ഞു, ഈ വചനം ഇപ്പോൾ നിങ്ങൾ കേട്ടിരിക്കുക നിങ്ങളുടെ ഇടയിൽ നിറവേറിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശയ്യ പറഞ്ഞു ഒന്നും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇവനാ ആശാരിപ്പണിക്കാരൻ്റെ മകനല്ലേ, ഇവനാ മറിയത്തിൻ്റെ മകനല്ലേ, ഇവനെ നമുക്കറിയാമല്ലോ. യേശയ്യായുടെ പ്രവചനം മുഴുവൻ തള്ളിക്കളഞ്ഞവർ. യേശു ഒന്നും പറഞ്ഞില്ല. യേശു ആ ജോസഫിൻ്റെ മകനല്ലേ ഇവൻ, അതോടെ തീർന്നു. അവരുമായിട്ടുള്ള യേശുവിൻ്റെ ആത്മീയ കണക്ഷൻ വിശ്വാസമില്ലാത്ത ആ സമൂഹം സ്വന്തം അല്ലേ, അവൻ അവിടെ നടന്നിട്ടുണ്ട്. അവനെ അപ്പൻ പണിത് തീർത്ത ചെറിയ സ്റ്റൂഡിൻ്റെ മേശയൊക്കെ തലയിൽ വെച്ചുകൊണ്ട് നടന്ന് വീടുകളിൽ കൊണ്ട് കൊടുക്കാൻ അതിൽ വഴിയിൽ കൂടെ ഒക്കെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അവനെ പലപ്പോഴും തടിക്കഷ്ണമൊക്കെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നവനെ കണ്ടിട്ടുണ്ട്. ഇവനിപ്പോൾ ആരാ? യേശയ്യായുടെ പ്രവചനം പറഞ്ഞു. ഇവനോ ഇത് മനസ്സിലാക്കാൻ പറ്റാതെ പോയി. അവൻ തൻ്റെ ജനത്തിൻ്റെ ഇടയിലേക്ക് വന്നു. യോഹന്നാൻ എഴുതി വെച്ചിരിക്കുകയാണ് സുവിശേഷത്തില്. അവൻ തന്റെ സ്വന്തക്കാരുടെ ഇടയിലേക്ക് വന്നു, എന്നാൽ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. സാബത്ത് തോറും ദേവാലയങ്ങളിൽ സിനഗോഗുകളിൽ വായിച്ചിട്ട് പത്രോസ് പറഞ്ഞതാണ്, നിങ്ങളെല്ലാ സാബത്തുകളിലും വായിച്ചിരുന്ന സുവിശേഷം ഇവനെ പറ്റിയാണെന്ന് അറിയാതെ നിങ്ങൾ അവനെ ക്രൂശിച്ചു. എന്നാൽ ദൈവം അവനെ ഉയർത്തി, ദൈവഹിതം നിറവേറാനായിട്ട് അവനെ ദൈവം ക്രിസ്തു കർത്താവുമാക്കി ഉയർത്തിയിരിക്കുന്നു. ഇത് ഇസ്രായേൽ ജനം മുഴുവൻ അറിയട്ടെ എന്നാണ് പത്രോസിന്റെ പ്രഖ്യാപനം. അവര് ചോദിച്ചു, എന്താ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി, എന്താ ചെയ്യുക, നിങ്ങൾ അനുദപിക്കുവിൻ, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. പത്രോസിന്റെ അപ്പസ്തോലപ്രവൃത്തികൾ വായിക്കുമ്പോൾ നമ്മൾ കാണാം അവിടെ പ്രിയമുള്ളവരെ. ഇവിടെ സംഭവിച്ചത് എന്താ? അതിനു മുമ്പാണ് യേശു ഭൂമിയിലായിരുന്ന മരിക്കുന്നതിന് മുമ്പുള്ള സംഭവമാണ്. ആദ്യമായിട്ട് വരുമ്പോൾ ഈശോ അവരുമായിട്ടൊരു യേശുവിനെ തള്ളിക്കളഞ്ഞവര്. യേശു പറയാണ്, ഇവിടെ ഇന്നത്തെ വായന ഇതാണ്, ലൂക്കാ 4:24 എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ വിജാതീയമായ സീദോനിലെ സറത്തിലുള്ള ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ യഹൂദരായിട്ടുള്ള അവിടെ ആരുടെ അടുക്കലേക്ക് എന്തുമാത്രം വിധവകളുണ്ടായിരുന്നു യഹൂദരുടെ ഇടയിൽ അന്ന്. അവരുടെ ആരുടെ അടുക്കിലേക്ക് ദൈവം ഏലിയ പ്രവാചകനെ അയച്ചില്ല. അങ്ങ് ദൂരെ സറപ്തായിലെ ഏത് രാജ്യപ്പെട്ട നമുക്കറിയില്ല. ആ ഒരു വിധവയുടെ അടുക്കിലേക്കാണ് ഏലിയ അയക്കപ്പെട്ടത്. അത് കഴിഞ്ഞ് ഏലീഷ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയാക്കാരനായ അനേകം ഇസ്രായേലില് യഹൂദരായ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് എലീഷായുടെ കാലത്ത് സിറിയ, അങ്ങ് ദൂരെ സിറിയ, നമ്മളുള്ള സിറിയ രാജ്യം, സിറിയയിലുള്ള എന്നാൽ അവരിൽ സിറിയാക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല. എന്നിട്ട് ഒന്നാമത്തെ വായന അതായിരുന്നു, 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. ഈ എലീഷയുടെ അടുത്തേക്ക് നാമാൻ സിറിയ രാജാവ് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ അവിടുന്ന് ഒരു ഇസ്രായേൽ പെൺകുട്ടി അവർ ഇങ്ങനെയല്ല പിടിച്ചോണ്ട് വന്ന നമ്മളാണ് ഇസ്രായേലിനെ ആക്രമിച്ച് ഒരു അടിമകളായി പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ പിടിച്ചുകൊണ്ട് പോയ ഒരു അടിമ പെൺകുട്ടി അന്ന് സിറിയ രാജാവിൻ്റെ കൊട്ടാരത്തിലെ രാജ്ഞിയുടെ തോഴിയായിട്ട് ജോലി കിട്ടിയവർക്ക്.
അപ്പോൾ സോറി, ഈ നാമാന്റെ സൈന്യാധിപനായ നാമാന്റെ ഭാര്യയുടെ തോഴിയായിട്ടാണ് ജോലി കിട്ടിയത്. അപ്പോൾ ഈ കുഷ്ഠരോഗിയായിരുന്നു ഈ നാമാൻ. കുഷ്ഠത്തിന്റെ ആരംഭ ലക്ഷണമൊക്കെ ആദ്യം നമ്മൾ ആരംഭിച്ചതേ ഉള്ളൂ. അപ്പോൾ അത് വലിയ വിഷമത്തിലായിരുന്നു. ഈ നാമാൻ യുദ്ധനിപുണനായിരുന്നു. അനേക യുദ്ധങ്ങളിൽ സിറിയയെ സഹായിച്ച് അനേക വിജയം നേടിക്കൊടുത്തുകൊണ്ട് സിറിയ രാജാവിന് ഈ നാമാനോട് വലിയ കാര്യമായിരുന്നു. അപ്പോൾ ഒരു കാര്യം, നമ്മുടെ സാക്ഷ്യമാണത് കേട്ടോ. നമ്മുടെ സാക്ഷ്യം നമ്മളൊക്കെ അനുഭവിച്ച സാക്ഷ്യം പറയും, മറ്റൊരാളോട് പറയത്തില്ല എന്ന് പറഞ്ഞാണ്. അപ്പൊ ഈ ഇസ്രായേലിലെ പെൺകുട്ടി പറയാണ്, എൻ്റെ യജമാനായ നാമാൻ ഇസ്രായേലിൽ ആയിരുന്നെങ്കിൽ അവിടെ എലീഷ എന്നൊരു പ്രവാചകനുണ്ട്, ദൈവത്താൽ അയക്കപ്പെട്ട ആ പ്രവാചകന്റെ അവിടെ ആയിരുന്നെങ്കിൽ ഈ കുഷ്ഠം പെട്ടെന്ന് മാറിയേ എന്ന് ഈ പെൺകുട്ടി തൻ്റെ യജമാനത്തിയോട് പറഞ്ഞപ്പോൾ ആ യജമാനത്തിയും നാമാനോട് പറഞ്ഞു. നാമാൻ രാജാവിനോട് പറഞ്ഞു. രാജാവ് ഇസ്രായേൽ രാജാവിനൊരു യോറാമെന്ന് പറഞ്ഞ ഇസ്രായേൽ രാജാവിനൊരു കത്തൊക്കെ കൊടുത്ത് ഈ നാമാനെ അയക്കുകയാണ്. അന്ന് ഇസ്രായേൽ രാജാവിനൊന്നും വിശ്വാസമൊന്നുമില്ല, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു സമൂഹമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ഈ കത്ത് വായിച്ചിട്ട് ഇസ്രായേലിന്റെ രാജാവ് ദേഷ്യപ്പെടുകയാണ്. ഞാനെന്താ വല്ല പ്രവാചകനോ വല്ലതാണ്? ഇസ്രായേൽ രാജാവിനോ പറയാണ്, ഞാനെന്താ ഇവനെ പർപ്പസിൽ എന്നോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പഴുതുണ്ടാക്കാൻ വേണ്ടി ഇവനെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ അതും പറഞ്ഞ് എന്നെ ആക്രമിക്കാനായിട്ട് ഇവനൊരു പഴുതു നോക്കുകയാണെന്ന് പറഞ്ഞ് ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറി ബഹളം വയ്ക്കുകയാണ്. കോപിച്ച് അവിടെ കിടന്നുകൊണ്ട് സിറിയ രാജാവിനെ കളിയാക്കുകയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എലീഷ, ആ ഇസ്രായേലിലാണല്ലോ, എലീഷ ഇസ്രായേൽ രാജാവിന്റെ അടുത്തെന്ന് പറഞ്ഞു, അതെന്താ അങ്ങെന്തിനാ കോപിച്ച് വസ്ത്രം കീറി എന്തിനാ? ഇസ്രായേലിനൊരു ദൈവമുണ്ടെന്ന് അറിയണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് എലീഷ എന്ന് പേരുള്ള എൻ്റെ ദൈവത്തിൻ്റെതായ എൻ്റെ അടുക്കലേക്ക് അവനെ അയക്കുക എന്ന് പറഞ്ഞു. ഇതാണ് ഒന്നാമത്തെ വായന മുഴുവൻ. അപ്പൊ അവിടെ ആ സിറിയ രാജാവിന്റെ സൈന്യാധിപൻ നാമാൻ അവിടെ വരുന്നതും ഒരു കാഴ്ചപ്പാടാണ്. അവിടെ അവനെ ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിയെന്ന് കേട്ട് ദൈവപുരുഷനായ എലീഷ രാജാവിനെ അറിയിച്ചു, നീ എന്തിനാണ് വസ്ത്രം കീറിയത്? അവൻ എൻ്റെ അടുത്ത് വരട്ടെ, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന് അറിയട്ടെ. നാമാൻ രഥങ്ങളും കുതിരകളുമായി എലീഷയുടെ വീട്ടുപടിക്കലെത്തി. എലീഷ ദൂതനെ അയച്ചു. എലീഷയുടെ ദൂതനുണ്ടല്ലോ, വേലക്കാരൻ. എലീഷ വേലക്കാരനെ അയച്ചിട്ട് പറഞ്ഞു, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക, നീ ശുദ്ധനായി ശരീരം പൂർവ്വസ്ഥിതിയെ പ്രാപിക്കും. ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ സഭയിലെ കൂദാശകളാണത്. നിത്യജീവൻ പ്രാപിക്കാന്ന് ശരീരത്തിന്റെ 7 പ്രാവശ്യം ജോർദാനിൽ പോയി മുങ്ങുക എന്ന് പറഞ്ഞു. നമ്മുടെ സഭയിലെ കൂദാശകൾ, നമ്മുടെ ആത്മാവിന്റെ രോഗം മാറാനായിട്ട് ഈ കൂദാശകളിലൂടെ നാം കടന്നുപോയാലും ഇതൊരു പ്രതീകമാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ വേലക്കാരൻ വന്ന് പറഞ്ഞപ്പോൾ, ഇത്രയും വലിയ രാജാവ് അയച്ച നാമാൻ വന്നപ്പോൾ എലീഷ പ്രവാചകൻ എന്നൊരു വേലക്കാരനെ അയച്ചത്. അത് കണ്ട് ക്രുദ്ധനായി. എന്നാൽ നാമാൻ കുപിതനായി മടങ്ങിപ്പോയി. അവൻ പറഞ്ഞു, എലീഷ എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് തന്റെ ദൈവമായ കർത്താവിന് നാമം വിളിച്ചപേക്ഷിക്കുമെന്നും കരം വീശി കുഷ്ഠം സുഖപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിച്ചു. ദമാസ്കസിലെ അബാനയും, അല്ലെ, ഈ ജോർദാൻ നദിയേക്കാളും പ്രശസ്തമായ നദികളെന്ന് ഡമാസ്കസിലുണ്ട്. അബാനയും ഫാർഫറും ഇസ്രായേലിലെ നദികളെക്കാൾ ശ്രേഷ്ഠമല്ലേ? അവയിൽ കുറിച്ച് എനിക്ക് ശുദ്ധി പ്രാപിച്ചുകൂടെ? അങ്ങനെ അവൻ ക്രുദ്ധനായി അവിടെ നിന്ന് തിരിച്ചുപോയി. എന്നാൽ നമ്മൾ ഇവിടെ എളിമപ്പെടാനുള്ള മേഖലയുണ്ട്. അവിടെ വേലക്കാരി പറയുന്നു വീട്ടിൽ, ഇവിടെ തിരിച്ച് ദേഷ്യപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ദേഷ്യപ്പെട്ടു പോകുമ്പോൾ ഭൃത്യന്മാർ അടുത്തി എന്ന് പറഞ്ഞു, പിതാവേ, പ്രവാചകൻ ഭാരിച്ച ഒരു കാര്യമാണ് കൽപ്പിച്ചിരുന്നതെങ്കിൽ അങ്ങത് ചെയ്യുമായിരുന്നില്ലേ? അപ്പോൾ വെറും കുളിക്കാനല്ലേ പറഞ്ഞുള്ളൂ? ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കാനല്ലേ പറഞ്ഞുള്ളൂ? എന്തിനാ അങ്ങ് കോപിക്കുന്നത്? ചിലപ്പോൾ അതായിരിക്കും അങ്ങയുടെ സൗഖ്യത്തിന് ഇപ്പോൾ എളിമപ്പെടാനുള്ളൊരു മേഖലയാണ് പറയുന്നത്. ശുദ്ധനാവുക എന്ന് പറയുമ്പോൾ എത്രയോ കൂടുതൽ താല്പര്യത്തോടെ അങ്ങത് ചെയ്യേണ്ടതാണ്. അങ്ങനെ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിൽ ഇറങ്ങി 7 പ്രാവശ്യം മുങ്ങി. അവൻ സുഖം പ്രാപിച്ച് ശരീരം ശിശുവിൻ്റേതുപോലെയായി. അവൻ ഭൃത്യന്മാരോടൊത്ത് ദൈവപുരുഷന്റെ അടുത്ത് തിരിച്ചു വന്നു. അവന് എലീഷ പ്രവാചകന്റെ അടുത്ത് തിരിച്ചു വന്നു. എന്നിട്ടിങ്ങനെ പറയാണ്, ഭൂമിയിൽ ഇസ്രായേലിൻ്റെതല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈശോ ഇതാണ് ഇന്ന് ഓർപ്പിച്ചത്. ഇസ്രായേലിലെ ഈ സ്വന്തം നാട്ടിൽ ഇവര് യേശുവിനെ തള്ളിക്കളഞ്ഞു. ഒരു ആശാരിയുടെ മകനാന്ന് പറഞ്ഞുകൊണ്ട് യേശയ്യയുടെ പ്രവചനം നിറവേറി ദൈവപുത്രനായ യേശു രക്ഷകനാണെന്നുള്ള അറിവിലേക്ക് വരുന്നതിന് പകരം അപ്പോൾ ഈശോ പറഞ്ഞതാണ്, ഇസ്രായേൽ അനേകം വിധവകളുണ്ടായിരുന്നു 3 വർഷം. അതെ, ഇനി സീദോനിൽ, അല്ലെ, താഴോട്ട് വായിക്കും, എലീഷ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല.
ഇത് കേട്ടപ്പോൾ സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. അതിനെന്താ? അവരുടെ മുഖത്ത് നോക്കി, നിങ്ങൾ നിയമജ്ഞരാണ്, ഫരീശയരാണ്, നിങ്ങളൊന്നും അറിയുന്നില്ലേ? ദൈവവചനം നിങ്ങളുടെ കൺമുമ്പിൽ നിറവേറി നിങ്ങൾ കാണുന്നില്ലേ? അവനെ കൊല്ലാനായിട്ട് യേശുവിനെ നോക്കണം ഇറങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ ഇത് അവനെ ഇല്ലാതാക്കാൻ. അപ്പം നമ്മൾ ദൈവവചനം പറയുമ്പോൾ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടാൻ അതിൻ്റെ ഒരു ഭാഗമാണ്. ക്രിസ്ത്യാനികളെ ആരും പരവതാനി വെച്ച് സ്വീകരിക്കണമെന്നില്ല. നമ്മളത് അറിയണം. നമുക്ക് തെറ്റായൊരു ധാരണയാണ് എല്ലാവരും ബഹുമാനിക്കണം എന്നൊക്കെ. യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും എന്നുള്ള വചനം പറയുക. നമുക്കറിയാം, ഈശോ തന്നെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഓർപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ അല്ലോ, ഞാൻ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് എന്ന് പറഞ്ഞു. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നതെന്നാണ് ഈശോ മത്തായി 10 പറഞ്ഞത്. സ്വന്തം കുടുംബത്തിലുള്ളവർ പോലും സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. യേശു നാമത്തെ പ്രതി മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വലാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഇത് വലിയൊരു മേഖലയാണ് പ്രിയമുള്ളവരെ. ഈശോ പറയാണ് വീണ്ടും മത്തായി 10 തീരുന്നതിന് മുമ്പ് ഇങ്ങനെ പറയണം 32 മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗത്തിനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. പ്രിയമുള്ളവരെ, നമുക്ക് മറ്റുള്ളവർ നമ്മളെ തള്ളി പറഞ്ഞതുകൊണ്ട് ഒരിക്കലും യേശുവിനെ ഞാനെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ പോലും നെവർ ഡൗട്ട് ജീസസ് ക്രൈസ്റ്റ്. അവനിത് പണ്ടേ നമുക്ക് വേണ്ടി എല്ലാം നേടിത്തന്നു. സാത്താൻ ഇന്ന് നമ്മൾ നുണ പറഞ്ഞ് നമ്മുടെ മനസ്സ് മുഴുവനും ക്രിസ്തുവിനെതിരായി ദൈവത്തിനെതിരായിട്ട് തിരിയാണ്. നമ്മളൊന്ന് എളിമപ്പെടണം. എൻ്റെ ദൈവമേ, 2000 വർഷം മുമ്പ്, ഇപ്പോഴല്ല 2000 വർഷം മുമ്പ് കാൽവരിയിൽ യേശു ഞാൻ ഈ ചോദിക്കുന്ന കാര്യം എനിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി നേടി തന്നു കഴിഞ്ഞതാണ്. ആ പരിശുദ്ധാത്മാവാണിത് കൊണ്ടുതരുന്നത്. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കൊന്നും ലഭിക്കാത്തത്. എൻ്റെ ഉള്ളിൽ ദുഷ്ടാത്മാവുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വസിക്കയില്ല. അപ്പൊ ഈ നോമ്പിലൂടെ പോകുമ്പോൾ നല്ലൊരു അനുതാപം, മനസ്സാന്തം ഈ ദിവസങ്ങൾ കേൾക്കുന്നല്ലേ, റിപ്പന്റ്, ഗാഡ്സ് കിങ്ഡം ഈസ് നിയർ. കൂടുതൽ ഈ ദിവസങ്ങൾ കേൾക്കുന്ന മനസ്സാന്തം എന്നൊരു മനോഭാവത്തിന് മാറ്റമുണ്ടാകട്ടെ എന്നാണ്. ക്രിസ്തുവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച്, തിരുസഭയെക്കുറിച്ച് ഒക്കെ നമ്മുടെ ജീവിതം പീഡിപ്പിക്കപ്പെടും. യേശുവിന്റെ നാമത്തെക്കുറിച്ച് ധൃതി എന്നൊക്കെ നമ്മൾ അറിയണം. നമ്മുടെ മനോഭാവത്തിന് മാറ്റമുണ്ടാകുന്നതാണ്. മനസ്സിന്റെ അന്തരം, മനോഭാവം മാറുന്നതാണ് മാനസാന്തരം. ഇപ്പോഴുള്ള അറിവല്ല ദൈവികമായ യഥാർത്ഥ അറിവ് എന്ന് ചിന്തിക്കുന്നതാണ് മാനസാന്തരം. പലപ്പോഴും മാനസാന്തരം പറയുമ്പോൾ നമുക്ക് ദേഷ്യം, മാനസാന്തരം, ഞാൻ അങ്ങനെ പാവവും ചെയ്തിട്ട് പിന്നെന്തിനാ എന്നോട് പറയുന്നു, ഞാൻ അങ്ങനെ വലിയ പാവവും ചെയ്തിട്ട് പിന്നെന്തിനാ എന്നോട് പറയുന്നു, എപ്പോഴും കേൾക്കുന്നൊരു വാക്കല്ലേ അല്ലേ? അതല്ല, നമ്മളെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ, പാപത്തെക്കുറിച്ച് മാത്രം അല്ല, നമ്മുടെ കാഴ്ചപ്പാടുണ്ടല്ലോ ദൈവത്തെക്കുറിച്ച്, മറ്റുള്ളവരെ കുറിച്ച്. നമ്മൾ എന്തെല്ലാം കാഴ്ചപ്പാടാണെന്ന് സാത്താൻ മാറ്റിവെച്ചിരിക്കുന്നത് അവിടേക്കൊന്ന് നോക്കാനാണ്. എൻ്റെ മനസ്സിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ പാപവും പെടും. പക്ഷെ അതിനേക്കാൾ കൂടുതലായി മറ്റുള്ളവരെ കുറിച്ച്, സഭയെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ചൊക്കെ ദൈവവചനം കൂടുതലായിട്ട് അറിയണം, ധ്യാനിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ സ്വീകരിക്കുമ്പോഴാണ്, പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് വരുമ്പോഴാണ് യേശു നമുക്ക് വേണ്ടി നേടി തന്ന എന്തുമായിട്ട് സൗഖ്യമായിരിക്കാം, ദൈവാനുഗ്രഹമായിരിക്കാം, മക്കളുടെ ഭാവിയായിരിക്കാം, അത് നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഡെലിവറി എന്ന് കൊണ്ടുത്തരുന്നത്. അതെ, നമുക്ക് ചോദിക്കാം, പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ നിന്നെ സ്വീകരിക്കാൻ, നിന്നെ പലപ്പോഴും തള്ളിക്കളഞ്ഞു ഞങ്ങൾ ലോകമോഹങ്ങളുടെ പിന്നാലെ പോയി. ദൈവം ഞങ്ങൾക്ക് നൽകി ഉന്നതമായ ദാനങ്ങളെ സ്വീകരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധ പരമ ദീപകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.